തിരുവനന്തപുരം നഗരൂർ കൊടുവഴന്നൂർ ഗവൺമെന്റ് സ്കൂളിൽ വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷം. ഒരാൾക്ക് പരിക്കേറ്റു. ഇൻസ്റ്റഗ്രാം പേജ് തുടങ്ങുന്നത് സംബന്ധിച്ച തർക്കമാണ് അടിപിടിയിൽ കലാശിച്ചത്. സംഭവത്തിൽ പരാതിയൊന്നും ലഭിച്ചിട്ടില്ലെന്ന് പോലീസ് പറയുന്നു. സുനിൽ ഐസക് വിവരങ്ങളുമായി ചേരുന്നു. സുനിൽ, എന്താണ് സംഭവം? തിരുവനന്തപുരം നഗരൂർ കൊടുവഴന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പുറത്താണ് ഈ സംഘർഷം ഉണ്ടാവുന്നത്. സ്കൂളിനോട് ചേർന്ന് ഒരു റബ്ബർ തോട്ടമുണ്ട്. അതിന് അരികിലായിട്ടാണ് ഇത്തരത്തിലൊരു സംഘർഷം ഉണ്ടാകുന്നത്. +1, +2 വിദ്യാർത്ഥികൾ തമ്മിലാണ് സംഘർഷം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇവിടെ ഇൻസ്റ്റഗ്രാം പേജ് തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് +1, +2 വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷം ഉണ്ടായിരുന്നു. ഇതിന്റെ തുടർച്ചയാണ് ഇത്തരത്തിൽ മറ്റൊരു സംഘർഷത്തിലേക്ക് വന്നത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൽ +1 വിദ്യാർത്ഥിയായ കിളിമന്നൂർ സ്വദേശി ബാസിദും +2 വിദ്യാർത്ഥിയായിട്ടുള്ള മറ്റൊരു വിദ്യാർത്ഥിയും തമ്മിൽ നേരിട്ട് സംഘർഷത്തിൽ ഏർപ്പെടുകയായിരുന്നു. നിരവധി കുട്ടികൾ ഇരു വിഭാഗങ്ങളിലും പെട്ട അല്ലെങ്കിൽ ഇരു ക്ലാസ്സുകളിലും പെട്ട നിരവധി കുട്ടികൾ കണ്ടു നിൽക്കുകയാണ് ഇവർ തമ്മിൽ സംഘർഷത്തിലേക്ക് പോകുന്നത്. ആ സംഘർഷത്തിന്റെ ഇടയിൽ ഈ ദൃശ്യങ്ങൾ കൂടി ചിത്രീകരിക്കുന്നുണ്ട് മൊബൈൽ ഫോണിൽ. അതിനിടെയാണ് ഈ ബാസിദിനെ +2 വിദ്യാർത്ഥി ശരീരത്തിൽ ഇങ്ങനെ ചേർത്ത് വെച്ച് മർദ്ദിക്കുകയും ശ്വാസം മുട്ടിക്കുന്ന തരത്തിലേക്ക് എത്തുകയും ചെയ്തത്. പക്ഷേ നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. ഈ കുട്ടി ശ്വാസം മുട്ടി പിടയുന്നുണ്ട്. പിന്നാലെ തന്നെ വിദ്യാർത്ഥികൾ, മറ്റ് കണ്ടു നിന്നിരുന്ന വിദ്യാർത്ഥികൾ ഇടപെട്ട് ഇവരെ പിടിച്ചു മാറ്റുകയാണ്. എന്തായാലും ഇതിൽ ഏതെങ്കിലും തരത്തിൽ പരാതിയൊന്നും പോലീസിൽ ലഭിച്ചിട്ടില്ലെന്നാണ് നഗരൂർ പോലീസ് പറയുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് സ്കൂൾ അധികൃതർ വിദ്യാർത്ഥികൾക്കെതിരെ നടപടിയെടുക്കുമെന്ന സൂചനയുണ്ട്. ഈ ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിൽ വിദ്യാർത്ഥികൾക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന വിവരമാണ് നമുക്ക് സ്കൂൾ അധികൃതരിൽ നിന്ന് ലഭിക്കുന്നത്. ബാസിദ് പ്രാഥമിക ചികിത്സ തേടിയിട്ടുണ്ട് അവിടുത്തെ CHCയിൽ. അതിനുശേഷം മാതാപിതാക്കൾക്കൊപ്പം വീട്ടിലേക്ക് പോവുകയും ചെയ്തു. എന്തായാലും ഈ സംഭവത്തിൽ അന്വേഷണം ഉണ്ടായേക്കുമെന്ന വിവരം കൂടി പുറത്തേക്ക് വരുന്നു. ശരി.